മുറിവുണക്കി എന്ന പേരിൽ ഒരു നാട്ടുചെടിയുണ്ട്. ഈ ചെടിയുടെ സ്രവം മുറിവുണക്കാൻ വളരെ ഫലപ്രദമാണ്. മുറിവിൽ നിന്നും ചോര വാർക്കുന്നതിനെ തടയുന്ന ഹോമിയോസ്റ്റാറ്റിക് ഏജന്റായി ഇതിൻ്റെ നീര് പ്രവർത്തിക്കുന്നു. ഏറ്റവും കൗതുകകരമായ കാര്യം, മുറിവിണക്കി മറ്റുള്ളവരുടെ മുറിവ് മാറ്റുന്നത് സ്വന്തം മുറിവിൽ നിന്നൊഴുകുന്ന ചോരയും നീരും കൊണ്ടാണ്. ഒരുപാട് കന്യാസ്ത്രീകൾ മുറിവുണക്കികളാണ്. അവർക്ക് അങ്ങനെയാകാനേ പറ്റൂ. കാരണം അവർ പിൻചെല്ലുന്നത് മുറിവേൽപ്പിക്കപ്പെട്ട സൗഖ്യദായകനായ ക്രിസ്തുവിനെയാണ്. സ്നേഹിക്കുക എന്നാൽ മുറിവേറ്റുവാങ്ങുകയെന്നാണ് എന്ന് പഠിപ്പിച്ച യേശുവിനെ നിരന്തരം ധ്യാനിക്കുന്ന ഒരാൾക്ക് മുറിവാകാനല്ല, മുറിവേൽക്കാനല്ല, സൗഖ്യമാകാനും സൗഖ്യമേകാനുമുള്ള നിയോഗമാണ് ലഭിക്കുക. ഈശോയ്ക്കു വേണ്ടി പറന്നു നടക്കുന്ന, സ്നേഹ ശുശ്രൂഷ ചെയ്യുന്ന കിളിയായി ഒരു സിസ്റ്റർ മാറുന്നു. ഹാപ്പി പ്രിൻസ് എന്ന കഥയുടെ അന്ത്യത്തിൽ ഹാപ്പി പ്രിൻസിൻ്റെ മുറിഞ്ഞ ഹൃദയം പൂർണ്ണമായും തകർന്നു പോകുന്നു. കിളി പ്രിൻസിൻ്റെ കാൽക്കൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. നല്ലൊരു സിസ്റ്റർ ഇങ്ങനെ ഉണക്കി ഒടുവിൽ മുറിവേറ്റ് വീഴാൻ തന്നെയാണ് കൊതിക്കുന്നത്. സ്വയം എത്ര മുറിവേറ്റ് വാങ്ങുന്നു എന്ന് എണ്ണിയിരിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ എത്ര മുറിവ് ഉണക്കുന്നു എന്ന ചിന്തയാണ് നല്ലൊരു സിസ്റ്ററെ നയിക്കുന്നത്. ഒരു ക്രിസ്മസ് രാത്രിയിൽ കോൺവെൻ്റ് മുറ്റത്ത് നിന്ന് പള്ളിമുറ്റം വരെ സിസ്റ്റേഴ്സ് നക്ഷത്ര വിളക്കുകൾ തൂക്കി. എന്നാൽ പാതിരാ കുർബാനയ്ക്കിടയിൽ നനച്ചിരിക്കാതെ കനത്ത മഴ പെയ്തു. നക്ഷത്രങ്ങളൊക്കെ മഴയത്ത് നനഞ്ഞൊലിച്ച് കീറിപ്പറിഞ്ഞ് ചോര വാർക്കും പോലെ തൂങ്ങിക്കിടന്നു. പക്ഷേ അപ്പോഴും ഓരോ സുഷിരത്തിൽ നിന്നും പ്രകാശം പുറത്തേക്ക് പരന്നുകൊണ്ടിരുന്നു. ഒരു ജൂനിയർ സിസ്റ്റർ ചെറുചിരിയോടെ പറഞ്ഞു, ശരിക്കും നമ്മുടെ പ്രതീകങ്ങൾ തന്നെ ഈ ചുവന്ന നക്ഷത്രങ്ങൾ. കീറിപ്പറിഞ്ഞാലും വെട്ടത്തിന് ഒട്ടും കുറവില്ല. മുറിവുണക്കികൾ ചോര പൊടിക്കുന്നത് മറ്റുള്ളവരുടെ മുറിവുകൾ ഉണക്കാൻ മാത്രമാണ്. അതുമാത്രമാണ് ക്രിസ്തു പറഞ്ഞുകൊടുത്ത സ്നേഹ വഴി.